എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഉഗ്രൻ സൺസെറ്റ് കാണാട്ടാ, ഉഗ്രൻ സൺസെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അമല നഗറിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ സ്ഥലം. വിലങ്ങൻ കുന്ന് അല്ലെങ്കിൽ വിലങ്ങൻ ഹിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായ ഈ സ്ഥലം. 20 രൂപയാണ് ഇവിടുത്തെ ഫീസ്, എൻട്രി ഫീസ്. പിന്നെ ബൈക്കിന് 10 രൂപയും കാറിന് 20 രൂപയുമാണ് ഒരു പാർക്കിംഗ് ഫീ ഈടാക്കുന്നത്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിവിശാലമായ സ്ഥലം തന്നെയുണ്ട് ഇവിടെ. തിയേറ്റർ ഷോ ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്റ്റേഡിയവും അതുപോലെ തന്നെ സ്റ്റേജൊക്കെ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ആ പാർക്കിംഗ് ഏരിയയിലൊക്കെ നല്ല ഷോസൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ടൂറിസം പ്രൊമോഷൻ ആയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വേണ്ടത്ര ഷോസ് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനും മറ്റും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ, നമ്മൾ അമലയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്ത് വരുന്ന ആ കവാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ട്. ആ വഴി ഇവിടെ എത്തുന്നത് വരെ വളരെ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊരു ചന്തമാണെന്ന് നോക്കൂ, ഈ പാറയും കാടും ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലത്തിന്. ഇവിടെ 2 ഭാഗത്തും കൈവരിയൊക്കെ കെട്ടി കല്ലൊക്കെ പതിച്ച് നല്ല പാതയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മരത്തടിയിൽ തീർത്ത ഒരു ചാരുബെഞ്ച് പോലെയുള്ള ഇരിപ്പിടം, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതാണ് ഇവിടുത്തെ സെൽഫി പോയിൻ്റ്. നമുക്ക് സൺസെറ്റിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വരാം, ഒന്ന് വെയിൽ ഒന്നും കൂടി മങ്ങട്ടെ. നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളും ഷെഡൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ എല്ലായിടത്തും നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ ചില പരിമിതികളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കപ്പിൾസ്, പേഴ്സ് വന്ന് ഇരിപ്പുണ്ട് ഇവിടെ. അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും എൻ്റെ ക്യാമറ തിരിച്ചില്ല. വിലങ്ങൻ കുന്നിൽ നിന്നും തൃശ്ശൂരിൻ്റെ സൗന്ദര്യം നോക്കിക്കാണൂ. ഇത് മാത്രമാണ് ആരും ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു ഇരിപ്പിടം കണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അഴകു പൊഴിക്കുന്ന മരങ്ങൾ, എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു സെൽഫി എടുത്തില്ലെങ്കിൽ, ഫോട്ടോ ഒക്കെ എടുത്തില്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു കുറച്ചിലാകുമെന്ന് തോന്നിയപ്പോൾ ഞാനും അവിടെ ഇരുന്ന് 1-2 സെൽഫിയൊക്കെ എടുത്തു. എൻ്റെ പുറകിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ, ഒന്ന് ഓടിച്ച് കണ്ടോളൂ. ഇവിടെ കണ്ടില്ലേ, ഗ്രൂപ്പായൊക്കെ വന്നിരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു കലാരൂപം എന്നെ വളരെയധികം ആകർഷിച്ചു. കാരണം ഇതൊരു പഴയ കാഴ്ചയാണ്. പാടത്തു നിന്നും പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്ന കുടുംബനാഥനും അതുപോലെ തലയിൽ നെൽക്കറ്റൊക്കെ ആയിട്ട് വരുന്ന അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, കൂടെ ഒരു പട്ടി, ഇങ്ങനെ ഉള്ള ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കറ്റയൊക്കെ ചുമന്ന് പാടത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത് കാണുന്നവരിൽ എത്ര പേരിങ്ങനെ വയൽ വരമ്പിലൂടെ
തലയിൽ നെൽക്കറ്റയുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇവിടെ പഴയ രീതിയിലുള്ള കൽച്ചുമരൊക്കെ പണിത് വെച്ചിരിക്കുന്നു. ഒരു പഴമയുടെ ലുക്കോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും. മോഡൽസൊക്കെ വന്നിട്ട് ഇവിടെ ഒരുപാട് പടം പിടിക്കുന്നുണ്ട്. നല്ല രസമാണ്. നല്ല സ്റ്റേജൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. അതിന് നല്ലൊരു ആംബിയൻസാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയുണ്ട് ഈ പീരങ്കി? കൊള്ളാമല്ലേ? നമുക്കിത് കണ്ടിട്ട് ഇനി സൺസെറ്റ് കാണാൻ പോവാം. ഏകദേശം അസ്തമയ സമയമാകുന്നു. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻറ്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ മനോഹരമായ സൺസെറ്റ് കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ട് ചലിക്കുകയാണ് നമ്മൾ. ഇതാണ് ഈ വ്യൂ പോയിൻ്റ്. ഏറ്റവും ഹൈറ്റിൽ ഇവിടെ പണിതിട്ടിരിക്കുന്ന വ്യൂ പോയിൻ്റ് ഇതാണ്. അവിടെ സൂര്യൻ പതുക്കെ തല ചായച്ച് തുടങ്ങി. നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലേ? അമ്മോ, ഒരു രക്ഷയില്ല കേട്ടാ. ഉഗ്രൻ സൺസെറ്റ്. ആഹാ. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ സ്നാക്സ് കഴിക്കാൻ, ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ സെൽഫി പോയിന്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.